അറിയായിരിക്കും ഈ പുത്തേറ്റ് ട്രാവൽ വ്ലോഗ്. അപ്പം അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ നാഷണൽ പെർമിറ്റ് ലോറിയാണ്. പിന്നെ അവര് ലേഡി ഡ്രൈവേഴ്സ് അതിനകത്തുണ്ട്. അതായത് ഈ രതീഷ് രാജേഷ് എന്ന് പറയുന്ന രണ്ടുപേരാണ് ഇതിന്റെ ഓണേഴ്സ്. നാഷണൽ പെർമിറ്റ് ലോറി ഓടിക്കുക എന്ന് പറയുന്നത് ചുരുക്കം, എനിക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നു, വേറെ അങ്ങനെ ഇല്ലെന്ന് തോന്നുന്നു, ലേഡി ഡ്രൈവേഴ്സ് ഇല്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പം അതുകൊണ്ട് ഇത് നല്ല ഫേമസ് ആണ് ഈ യൂട്യൂബ് ചാനൽ. കാരണം അത് മാത്രമല്ല, അവർ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. ട്രിപ്പ് ഒരു ട്രിപ്പ് പോലെയാണ് അവർ ഓരോ ഇതിനും പോകുന്നത്. അത് മാത്രമല്ല, വളരെ വൃത്തിയായിട്ട് അവർ പോകുന്ന സ്ഥലത്തെ കാര്യങ്ങളെല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് പിന്നെ വീഡിയോ എടുക്കും, അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. അപ്പം നമുക്ക് എല്ലാവർക്കും ഇപ്പം എല്ലായിടത്തും പോയി സ്റ്റേറ്റുകളെല്ലാം കാണാനൊന്നും പറ്റിയെന്ന് വരത്തില്ലല്ലോ. അപ്പം നമുക്കത് കാണാൻ സാധിക്കും. യൂട്യൂബ് ചാനലിൽ നിന്ന് ഇവരുടെ നമ്പർ കണ്ടുപിടിച്ച്, ഈ പുത്തേറ്റ് ട്രാവലിൻ്റെ നമ്പർ, ഈ പ്രതീക്ഷയൊന്നുമില്ല, കാരണം ഇത്രയും യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അവർക്ക് എപ്പോഴും എല്ലാവരും വിളിക്കുകയും പിന്നെ എല്ലാവരും കാണാൻ ചെല്ലുകയും അങ്ങനെയൊക്കെ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പം സെൽഫി അങ്ങനെയൊക്കെ വരുമല്ലോ. പിന്നെ അതുകൊണ്ടൊക്കെ നമ്മളെ അങ്ങനെ ഒഴിവാക്കി വിടുമെന്നാണ് വിചാരിച്ചത്. എന്നിട്ട് ഞാൻ വിളിച്ചു. അപ്പം വിളിച്ചു കഴിഞ്ഞപ്പം ഈ ഓണർ രതീഷേട്ടനാണ് ഫോൺ എടുത്തത്. അപ്പം പുള്ളി പറഞ്ഞു അവരവിടെ ഇല്ല, പിന്നെ എവിടെ ലോഡ് എടുക്കാൻ വേറെ ഏതോ സ്റ്റേറ്റിലാണ്, സ്റ്റേറ്റിൻ്റെ പേര് പറഞ്ഞ് ഞാനത് കറക്റ്റ് ഓർക്കുന്നില്ല. അപ്പം രതീഷേട്ടനും വൈഫ് ജലജ ചേച്ചിയും കൂടെ പോയേക്കുന്നതെന്ന് പറഞ്ഞു, അവരവിടെ ഇല്ലെന്ന് പറഞ്ഞു. അപ്പം ബാക്കിയുള്ളവരവിടെ ഉണ്ട്. അപ്പം അനിയൻ്റെ നമ്പർ തരാമെന്ന് പറഞ്ഞ് അനിയൻ്റെ നമ്പർ തന്നു, രാജേഷേട്ടൻ്റെ. അപ്പം ഞാൻ ഈ പുള്ളിയെ വിളിച്ച്, അന്നേരം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, എന്ന് വെച്ചാൽ ഇവരെല്ലാം തിരക്കുള്ള ആൾക്കാരില്ലേ, ഇപ്പം ഇതിൻ്റെ ഇടയിൽ നമ്മൾ വിളിക്കുമ്പോൾ. അപ്പം ഞാൻ രാജേഷേട്ടനെ വിളിച്ചു. അപ്പം വിളിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു പിന്നെ അവരവിടെ ഇല്ല, പക്ഷേങ്കിൽ രാജേഷേട്ടനും പുറത്തോട്ട് പോയേക്കുക, വീട്ടിൽ എല്ലാവരും ബാക്കി എല്ലാവരും വീട്ടിലുണ്ട്, എല്ലാവരും ഉണ്ട് വീട്ടിൽ. അപ്പം വരാൻ പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ അങ്ങോട്ട്. അപ്പം ഞാൻ കോടതിയിൽ നിന്ന് ഇറങ്ങി. അപ്പം റൂട്ടെല്ലാം പുള്ളി പറഞ്ഞു തന്നു. അപ്പം അങ്ങോട്ട് പോയി. ഇവിടെ ചെന്നപ്പോഴത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ വളരെ നല്ല രീതി, എങ്ങനെ നമ്മൾ യൂട്യൂബിൽ കാണുന്ന പോലെ, കാരണം നമ്മൾ യൂട്യൂബിൽ കാണുമ്പം അതുപോലെ ആയിരിക്കത്തില്ല ചിലപ്പം നേരി കാണുമ്പോൾ അവർ പെരുമാറുന്നത്. പക്ഷേ ഇത് അങ്ങനല്ല. ഇത് അവർ എങ്ങനെയാണോ നമ്മൾ യൂട്യൂബിലൊക്കെ അവരെ കാണുന്നത് അതേപോലെ സിമ്പിൾ ആൾക്കാർ. അവർക്ക് ഈ ഇത്രയും വണ്ടി ഉള്ളതിൻ്റെയോ അല്ലെങ്കിൽ